ഇത് ഇറാൻ ഒരു യുദ്ധം തുടങ്ങിയിട്ടില്ല. പക്ഷെ അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് സംഘർഷഭരിതമാണ്. നിലവിൽ അമേരിക്ക അത് ഭയന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ബഹ്റൈനിലെയും ഖത്തറിലെയും അമേരിക്കൻ സൈന്യത്തെ ഒരു സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് നീക്കുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത്, അത്തരം റിപ്പോർട്ടുകൾ വരുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? രേഷ്മ, ഇതിനകത്തെ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു യുദ്ധം ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് ചാനലുകൾ നോക്കിയാലും ഓൺലൈൻ മാധ്യമങ്ങൾ പരിശോധിച്ചാലും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, അമേരിക്ക ഉടൻ ഇറാനെ അവസാനിപ്പിക്കും എന്നുള്ളതാണ് നിരന്തരമായി വരുന്ന തലക്കെട്ട്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ് എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങിയ അമേരിക്ക ഘട്ടം ഘട്ടമായിട്ട് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൃത്യമായി പറയുന്നു, ഇത് ആ ഒരു യുദ്ധത്തിലേക്ക് ഒരിക്കലും അമേരിക്ക കൊണ്ടുപോകില്ല. ഇനി കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ വല്ല കടലിലേക്ക് വല്ല മിസൈൽ വിട്ട്, അല്ലെങ്കിൽ ഈ ഇറാൻ്റെ വല്ല പാർവ്വത ശേഖരങ്ങളിലേക്ക്, അതായത് പാറപൊട്ടിക്കൽ മുമ്പ് നടത്തിയ പോലെയുള്ള ഒരു പാറപൊട്ടിക്കൽ നാടകം നടക്കിയിട്ട് തിരിച്ചു പോകത്തുള്ളൂ. കാരണം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച്, അമേരിക്കയിൽ ഏതാണ്ട് 40,000-ലധികം സൈനികർ ഈ 8 അറബ് രാജ്യങ്ങളിലെ അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വിമാനങ്ങൾ, ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന വിമാനങ്ങളൊക്കെ ഏതാണ്ട് 2 മാസമായിട്ട് ഇവിടെ വെറുതെ കിടക്കുകയാണ്. അവർ വരുന്നു, ഏത് നിമിഷവും യുദ്ധമുണ്ടാകുമെന്ന് പ്രതീതി ഉണ്ടാക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉൾപ്പെടെ വലിയ സന്നാഹങ്ങളൊക്കെ ഉണ്ടാക്കും, നമ്മളത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഘട്ടം ഘട്ടമായിട്ട് ഇത് എല്ലാം പിൻവലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർക്കത് മനസ്സിലാവും, അല്ലെങ്കിൽ നയതന്ത്ര കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിശകലനം നടത്തുന്നവർക്കത് മനസ്സിലാവും. ഒരു രാജ്യത്തെ ആക്രമിക്കാൻ മറ്റൊരു രാജ്യം സകല സന്നാഹങ്ങളുമായി രംഗത്തിറങ്ങിയിട്ട് അതിന് കഴിയാതെ സ്റ്റക്കായി നിൽക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടല്ല. അതായത് ഇപ്പം വെനസ്വേലയിലൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ അമേരിക്ക ആക്രമിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അവർ ആക്രമണത്തിന് മുന്നോടിയായി അവരുടെ ഭാഗം കുറച്ചുകൂടി കരുത്തുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് നീങ്ങിപ്പോയി ഒരു മാസത്തോളം കപ്പലുകൾ നിർത്തിയിട്ട് ആക്രമിച്ചത്. പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇറാനെ സംബന്ധിച്ച് ഇറാനെ ആക്രമിച്ചാൽ വലിയ തിരിച്ചടി കിട്ടുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. ആ ഇറാൻ്റെ ശക്തിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഇറാനെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ തന്ത്രം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി. അതായത് ആദ്യം ഒരു കപ്പലയക്കുന്നു, രണ്ടാമതൊരു കപ്പലയക്കുന്നു, 40,000-ഓളം സൈനികരെ കൊണ്ടുവരുന്നു, യുദ്ധവിമാനങ്ങൾ സജ്ജമാക്കുന്നു. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും തോന്നുന്നത് ഇപ്പോൾ യുദ്ധം ഉണ്ടാകുന്നു. പക്ഷേ ഇതൊരു സമ്മർദ്ദതന്ത്രമാണ്. ഈ സമ്മർദ്ദതന്ത്രം പൊളിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്ക പതിയെ പിന്മാറുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത, ഖത്തറിലെയും ബഹ്റൈനിലെയും ഒക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് സൈനികരെ സുരക്ഷിതമായി മാറ്റുക എന്നാണ് വാർത്ത. പക്ഷേ ഇതിന് ശരിക്കുമുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അമേരിക്കൻ സൈനികർ, അതായത് അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നത് അടക്കമുള്ള സൈനികരെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ തിരിച്ചു വെക്കൂ, ഇത് പ്രത്യേകിച്ചൊന്നും നടക്കാനില്ല. കാരണം ഈ അറബ് രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് സൈനികരെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ അമേരിക്ക കഴിയില്ല. അത് ഇപ്പൊ തന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നോ അവിടുത്തെ സൈനികരെ നിയമിച്ചിരുന്നത്? തീർച്ചയായിട്ടും അവർ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് സൈനികരെ കൊണ്ടുവന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇറാനെ ആക്രമിക്കും എന്ന നിലയിൽ തന്നെയായിരുന്നു. പക്ഷേ ആ യുദ്ധ നീക്കം ഇറാൻ തുടക്കത്തിലേ പൊളിച്ചു. കാരണം ട്രംപ് ഓരോ തവണ ഭീഷണിപ്പെടുത്തപ്പോഴും ട്രംപ് കരുതിയിരുന്നത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാമെന്ന നിലയിലൊരു മറുപടിയായിരുന്നു. പക്ഷെ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, ഇറാൻ അവരുടെ സന്നാഹങ്ങൾ പശ്ചിമേഷ്യയിൽ പലയിടങ്ങളിൽ തയ്യാറാക്കി ഈ പറയുന്ന ഹോർമുസ് കടലെടുക്ക് പിടിച്ചെടുത്തു. അങ്ങനെ സകലമാന നീക്കങ്ങൾ അവർ നടത്തിയപ്പോൾ അമേരിക്ക പകച്ചുപോയി, ഭയന്നുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അമേരിക്കയെ സംബന്ധിച്ച് നാണക്കേട് പുറത്തറിയാതെ ഇരിക്കാൻ ഘട്ടം ഘട്ടമായിട്ട് പിന്മാറുക. ആദ്യം ട്രംപ് പറഞ്ഞത് വലിയ യുദ്ധം ഉണ്ടാകുമെന്നാണ്, പിന്നെ പറഞ്ഞു പരിമിതമായ യുദ്ധമായിരിക്കുമെന്ന്. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിലും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇറാന്, 3ാമത്തെ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഉടൻ യുദ്ധമാണെന്ന്. ഇറാൻ തൊട്ടടുത്ത നിമിഷം തിരിച്ചടിച്ചത് ചെയ്യാൻ പറഞ്ഞത് ചെയ്യേ. ഇനി അത്ര നിങ്ങൾ വലിയ ഇതാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഞങ്ങളുമായി ഒരു സഹകരണമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ അമേരിക്കൻ കമ്പനികൾ ഇങ്ങോട്ട് വരും, ഇവിടെ നമുക്ക് ബിസിനസ് തുടങ്ങാം എന്ന രീതിയിൽ ഇറാൻ കൃത്യമായി അമേരിക്കയ്ക്ക് ഒരു മറുപടി കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളാണ് യുദ്ധം ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് യുദ്ധം ആവശ്യമില്ല. യുദ്ധമില്ലാത്തൊരു കാലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, എല്ലാവരും നല്ല രീതിയിൽ പോകാനാണെങ്കിൽ നിങ്ങളുടെ കമ്പനികൾ ഇങ്ങോട്ട് വരട്ടെ, അവർ ഇവിടെ എണ്ണ കമ്പനികൾ തുടങ്ങട്ടെ, ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തട്ടെ എന്ന് ഖാംനേയി പറയാണ്.
ഇത് ഒരു തോൽവി എന്ന നിലയിൽ, ഇറാൻ മുട്ടുമടക്കിയ എന്ന നിലയിലൊക്കെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അത് വാർത്ത കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു വാർത്ത വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷം ഒരു യുദ്ധം ഇറാനിലേക്ക് കാണും, അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടുത്തെ സൈനികരെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതെന്ന്. സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനൊപ്പം തന്നെ ഞാനത് പറഞ്ഞു വന്നത്, ഈ ഇറാൻ ഭയന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് നിരന്തരമായി ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാരണം നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്, അതിനെ മറ്റൊരു മതത്തിന്റെ കണ്ണിലൂടെയാണ് കാണുന്നവരാണ് ഇതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. ശരിക്കും ഇത് മതപരമായിട്ടുള്ള ഒരു വിഷയമല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് രാജ്യാതിർത്തികൾ തമ്മിലുള്ള അമേരിക്കയുടെ സാമ്രാജ്യത്വ നീക്കങ്ങളുടെ ഭാഗമായി ഒരു പതിറ്റാണ്ടുകളായി നടത്തുന്ന സാമ്രാജ്യത്വ അധിനിവേശ നീക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇവർ പരമ്പരാഗതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശൈലി തന്നെയാണ് അമേരിക്കയുടേത്. അപ്പോൾ ഇതൊരു അന്താരാഷ്ട്ര പ്രതിസന്ധി, അന്താരാഷ്ട്ര വിഷയമെന്ന നിലയിൽ, നമ്മളെ ഇന്ത്യയെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന നിലയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്തു പോകാൻ. ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ വരുന്നു, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞവരൊക്കെ തിരിച്ചു പോവാണെന്ന്. ഇപ്പോൾ ആദ്യത്തെ പശ്ചിമേഷ്യയിൽ വെച്ചിട്ട് അമേരിക്കൻ സൈനികർ 40,000-ഓളം സൈനികരെ കൊണ്ടുവരുന്നു. ഇവരൊക്കെ ഇനി 8 അറബ് രാജ്യങ്ങളിലെ 8 സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇവരൊക്കെ കൂടെ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞവരാണ് കൃത്യം 2 മാസത്തിനപ്പുറം തിരിച്ച് അമേരിക്കയ്ക്ക് പോവാണ്. ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ഒരു വ്യാഖ്യാനം വരുന്നത്, ഈ അമേരിക്ക ഉടൻ തന്നെ ഇറാനെ ആക്രമിക്കും, അപ്പോൾ ഇറാൻ ഈ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചടിക്കും. അങ്ങനെ തിരിച്ചടിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവർ നാട് വിടുന്നത് അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തുന്നത് എന്നാണ് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ തെറ്റാണ്. കാരണം ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിക്കണമെങ്കിൽ ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കണം ഇറാന് നേരെ ആക്രമണം വരേണ്ടത്. ഇവിടെ ഇറാന് നേരെ അറബ് രാജ്യങ്ങളിലെ ജോർദാൻ ഒഴികെയുള്ള ഒരു രാജ്യങ്ങളുടെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം നടക്കില്ല. അത് ആ രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ നിന്ന് നടക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ബ്രിട്ടനും പറഞ്ഞു ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് സമ്മതിക്കില്ല. ബ്രിട്ടനും അമേരിക്കയും കൂടി നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായി ഒന്നിച്ച് നിർമ്മിച്ച സൈനിക കേന്ദ്രങ്ങളാണ്. അവിടെ ബ്രിട്ടൻ പറയാണ് ഇവിടെ നിന്ന് നടക്കില്ല. അപ്പോൾ ആകെ ഇറാന് നേരെ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്കുള്ള ഒരേ ഒരു വഴി, ഒന്ന് ഈ കപ്പലുകളിൽ നിന്ന് ആക്രമിക്കുക, USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമിക്കുക. രണ്ടാമത്തെ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? അത് ജോർദാനിൽ നിന്ന് ആക്രമിക്കുക എന്നുള്ളത്. ജോർദാനിൽ നിന്ന് ആക്രമിച്ചാൽ ഇറാൻ ജോർദാനിലേക്ക് തിരിച്ചടിക്കുകയുള്ളൂ. ജോർദാനിലേക്ക് തിരിച്ചടിക്കുന്നതിന് എന്തിനാണ് ഖത്തറിലെയും ഈ പറയുന്ന മറ്റു രാജ്യങ്ങളിലെയും സൈനികരെ കൊണ്ടുപോകുന്നത്? അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഈ പദ്ധതി പാളി. ഇവരിവിടെ ഇങ്ങനെ വെറുതെ നിർത്തിയിട്ട് ഒന്നും ചെയ്യാനില്ല, അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സൈനികരെ വെറുതെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞു എന്ന്. കാരണം വെനസ്വലയിലൊക്കെ പോയി അവിടുത്തെ പ്രസിഡന്റിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് വലിയ ആളാണ് ഞാനെന്ന നിലയിൽ ട്രംപ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇറാനിലേക്ക് ഈ അറബ് രാജ്യങ്ങൾ വഴി അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ അതായത് ഇറാന്റെ കടൽ തീരത്ത് ഇപ്പോൾ നങ്കുരമിട്ടിരിക്കുന്ന ഈ അമേരിക്കൻ കപ്പലും ഒരുപക്ഷെ പിന്നോട്ട് പോകാനുള്ള സാഹചര്യം, അത് പിന്നോട്ട് പോകാന്നുള്ളത് ഇപ്പോൾ ട്രംപിന്റെ ആവശ്യം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, ട്രംപിനെ സംബന്ധിച്ച് ട്രംപിനൊരു അറ്റാക്ക് നടത്തണം. അതായത് ഇറാന്റെ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ പാറക്കെട്ടിന് മുകളിലോ ഒരു ബോംബിടണം. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഇറാന്റെ എന്തൊക്കെയോ തകർത്തു എന്ന് പറയണം, തിരിച്ചു പോകണം. ഇതാണ് ട്രംപിന്റെ ആവശ്യം. ഒരു പേരെടുക്കുക. അപ്പോൾ ഇറാൻ പറയും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ട്രംപ് പറയും അത് ഇറാൻ നുണ പറയുന്നതാണ്, ഞങ്ങളെ അവർ ഭയന്നു, ഇനി നമുക്ക് കരാറിൽ ഒപ്പിടാന്ന് പറഞ്ഞിട്ട് ഇറാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് ട്രംപ് ഒരു കരാറിൽ അങ്ങ് ഒപ്പിടും. എന്നിട്ട് പറയും ഞങ്ങളുടെ വിജയമാണെന്ന് പറയും. ഇതാണ് സംഭവിക്കുന്നത്. മുമ്പ് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഹമാസിനെതിരെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിന് സർവ്വസഹായവും ചെയ്ത അമേരിക്ക ഒടുവിൽ ദൂതന്മാരെ ഹമാസിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ആ കരാറിൽ ഒപ്പുവെപ്പിക്കുകയാണ് ചെയ്തത്. ആ ഹമാസ് പറഞ്ഞ കണ്ടീഷൻസ് അംഗീകരിച്ചിട്ടാണ് ഒപ്പുവെച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിന് ഗസയ്ക്കുള്ളിലേക്ക് പഴയതുപോലെ കടക്കാൻ പറ്റാത്തത്. അവരൊരു അതിർത്തിക്ക് അപ്പുറമാണ് നിൽക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ നയങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഞങ്ങളെല്ലാം ചെയ്തു എന്ന് വരുത്തണം, അതിനപ്പുറം യാഥാർത്ഥ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പം ഇവിടെ സംഭവിക്കുന്നത് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വന്ന സൈനികർ ഒടുവിൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം എത്തിയ സൈനികർ തിരിച്ചു പോവാണ്. അവർ ഭയന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. ഭയന്നിട്ടെന്ന് പറഞ്ഞാൽ ഈ ഇറാൻ തിരിച്ചടിക്കുമോ എന്നുള്ള പേടി എന്നുള്ളത് രണ്ടാമത്. അതിനപ്പുറം ഈ സൈന്യം ഇങ്ങനെ ഇറാനെ ആക്രമിക്കാനായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്, അത്
വലിയ പ്രകോപനമാണ്. ഒരു രാജ്യത്തെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് കുറേയിടത്ത് ശത്രു സൈന്യം നിന്ന് കഴിയുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. ആ ഒരു ഭയം കൊണ്ടാണ്. അല്ലാതെ അമേരിക്ക ഇറാനെ ചാമ്പലാക്കാൻ ഇറങ്ങുന്നു, അതിൻ്റെ റിറ്റാലിയേഷനായിട്ട് ഈ ഖത്തറിലെ സൈനിക കേന്ദ്രം തകരും എന്ന ഭീതി കൊണ്ടല്ല. കാരണം ഇറാൻ ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, അതായത് നിങ്ങളുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് നമുക്ക് നേരെ അറ്റാക്ക് വന്നാൽ മാത്രമേ നമ്മൾ തിരിച്ചടിക്കുമെന്ന് അവർ തമ്മിൽ ധാരണയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഖത്തറിലെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് അമേരിക്ക അങ്ങോട്ടേക്ക് ആക്രമണം നടത്താതെ അവിടെ തിരിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് പെട്ടി കിടക്കെടുത്ത് തിരിച്ചു പോന്നോളൂ എന്ന നിലയിലുള്ള ഒരു നീക്കമാണ്. പക്ഷെ അത് ഇറാനെ ഭയന്നിട്ടാണ്. കാരണം അത് ആ ഭയമെന്ന് പറയുന്നത് ഇറാൻ ആക്രമിക്കുമോ എന്നുള്ള ഭയമാണോ അല്ലോ എന്നുള്ള രണ്ടാമത്. ആദ്യത്തെ ഈ പ്രകോപനം ഇങ്ങനെ തുടരുന്നത് ഇറാൻ ഏകപക്ഷീയമായി ആക്രമിച്ചേക്കുമോ എന്നുള്ള ഭയം. അത് ചിലപ്പോൾ അമേരിക്ക കപ്പലിനെ ആയിരിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധം ഉടനെ ഉണ്ടാകുമോ? യുദ്ധം ഉടനെ ഉണ്ടാകുമെന്ന് ട്രംപ് നിരന്തരമായി പറയുകയാണ്. നാളെ ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ആക്രമണം നടത്തും എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ആക്രമണം നടത്താനാകെ ട്രംപിൻ്റെ കയ്യിലുള്ളത് 2 കപ്പലാണ്. ഈ 2 കപ്പലിലേക്ക് 4-1-5 മിസൈൽ ഇറാൻ തിരിച്ചുവിട്ടാൽ തീരാവുന്നതേ ഉള്ളൂ. 13 ഡിഫൻസിനുള്ള കപ്പലുകൾ ഉണ്ടെങ്കിലും ആയിരക്കണക്കിന് മിസൈലുകൾ ഒന്നിച്ച് ഇറാൻ പ്രയോഗിക്കും. അതിൽ 4-5 എണ്ണം ഈ കപ്പലിലേക്ക് വീഴും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ അങ്ങനെ ആക്രമണം നടന്നാൽ, പണ്ട് ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ച് ആക്രമണം നടത്തിയ സമയത്ത് നമ്മൾ കണ്ടതാണ്. 12 ദിവസമാണ് ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. ഈ 12 ദിവസവും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ, അയൺ ഡോം, താഡ്, ആരോ എന്നൊക്കെ പറയുന്ന പല പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു, എയർ ഡിഫൻസ് സിസ്റ്റം. ഇതിന് തടയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മിസൈലുകൾ വന്നാൽ കുറേ എണ്ണം ടാർഗറ്റിലേക്ക് പോകും. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു ഭൂപ്രദേശമാണ്. അതിൽ പലയിടങ്ങളിലും ഇത് വീണ് വലിയ നാശനഷ്ടം ഉണ്ടായി. പക്ഷേ ഈ USS അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഒരു കപ്പലാണ്. ഈ കപ്പലിനൊരു പരിധിയുണ്ട്. 350 മീറ്റർ എന്തോ മറ്റോ ആണ് ഇതിൻ്റെ വീതി. അപ്പോൾ അതിനുള്ളിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് 100 കണക്കിന് മിസൈലുകൾ അയച്ചാൽ, മറ്റേതൊരു രാജ്യത്തിന് നേരെ, ഇതൊരു കപ്പലിന് നേരെയാണ് 100 കണക്കിന് മിസൈൽ അയക്കാൻ ഇറാനെ സംബന്ധിച്ച് ഒരു പാടുമില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ കപ്പലിനെ തകർക്കും. ആ കപ്പലിനെ മാത്രമല്ല, സകല സംവിധാനങ്ങൾ, അമേരിക്കയുടെ ചുറ്റുപാടുമുള്ള സംവിധാനം, അത് ഈ അറബ് രാജ്യങ്ങളിലെ സംവിധാനങ്ങൾ എന്നല്ല. കാരണം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, ഗൾഫിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാതെ ഇറാൻ അവരെ ആക്രമിക്കില്ല. കാരണം അങ്ങനെ ആക്രമിച്ചാൽ ഇറാനും ആ രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷനെ ഇത് ബാധിക്കും. അപ്പം എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ജൂണിൽ ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചപ്പോൾ അമേരിക്കയുടെ ഖത്തറിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തി. പക്ഷെ അതിനുശേഷം ഇറാൻ പറഞ്ഞത് അത് ഞങ്ങൾ വെറുതെ ചെയ്തതാണ്, ഞങ്ങളൊരു മോക്ക് ചെയ്തതാണ്, അതായത് ഒരു മുന്നറിയിപ്പ് കൊടുത്താണ്, അത് ആക്രമണമല്ല എന്ന രീതിയിൽ. കാരണം ഖത്തറിൽ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. ശരിക്കുമുള്ള യുദ്ധം വരികയാണെങ്കിൽ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അമേരിക്കയുടെ ഈ അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, അങ്ങോട്ട് ആക്രമണം ഉണ്ടാകാതെ. പക്ഷെ ഇപ്പോൾ സൈനികരെ മാറ്റുന്നത് മറ്റൊരു ഭയത്തെ തുടർന്നാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ അല്ലാതെ തന്നെ ഒരു വലിയ ആക്രമണം അമേരിക്കയ്ക്ക് നേരെ നടത്തും. അപ്പോൾ അമേരിക്കയ്ക്ക് ഇറാനെ എതിരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇനിയും പ്രകോപനം വേണ്ട എന്ന ഭയത്താൽ ഇവരെ കൊണ്ടുപോവുകയാണ്. ഇനി പതിയെ ഈ കപ്പലുകളും പിന്മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിങ്ങനെ വെറുതെ ഉപ്പുകാറ്റേറ്റ് കടലിൽ കിടക്കാൻ തുടങ്ങി 2 മാസമായി. അവിടെ ഈ പറയുന്ന അവിടുത്തെ അതിനകത്തുള്ള സൈനികർക്ക് എന്താണ് പണി? മീൻ പിടിക്കുക, കഴിക്കുക, പോവുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. പൂർണ്ണമായും പിന്മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വൈകാതെ വരും. ഈ ട്രംപ് കിടന്നിട്ട് ഞാൻ യുദ്ധം ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യുന്ന പറയുന്നത് വെറുതെയാണ്. അത് ഓരോ ചർച്ച വരുമ്പോഴും വെറുതെ ഇങ്ങനെ പറയാമെന്നേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും അടിക്കാൻ വന്ന സൈനികരെയൊക്കെ പേടിപ്പിച്ച് ഇറാൻ തിരിച്ചയച്ചു. അമേരിക്ക അവരെയൊക്കെ തിരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഒരു വലിയ യുദ്ധം ഉണ്ടാകും എന്ന പ്രതീതിയുണ്ട്, സത്യം തന്നെയാണ്. പക്ഷേ അതിലേക്ക് പോകാനായിട്ട് അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ സാധിക്കില്ല. അമേരിക്ക ഒരു വശത്ത് നല്ലപോലെ ഭയന്നിട്ടുണ്ട്. പക്ഷേ ഒരു ആക്രമണത്തിലുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ട്രംപ് എന്താണ് ചിന്തിക്കുക, പറയാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അമേരിക്ക ഇപ്പോൾ നടത്തിയിട്ടുള്ള നീക്കം, അത് ഇറാൻ മൊത്തത്തിൽ പ്രകോപനം വേണ്ട, വലിയ പ്രകോപനം വേണ്ട എന്ന് മാത്രമല്ല, ഇവരെ ഈ സൈനികരെ വെറുതെ അറബ് രാജ്യങ്ങളിൽ കൊണ്ടിട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് അടിസ്ഥാനത്തിലാണെന്നാണ് വിശ്വസിക്കുന്നത്.